രാജ്യവ്യാപക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനായി നടപടികൾ ആരംഭിച്ചുവെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. നടപടികൾ തുടങ്ങുവാൻ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസർമാർക്ക് നിർദ്ദേശങ്ങൾ നൽകിയതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു. വിവരങ്ങളുമായി കാളിദാസൻ ചേരുന്നു. കാളിദാസൻ, രാജ്യവ്യാപകമായ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അരുണിമ, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് BJP നേതാവ് അശ്വനി കുമാർ ഉപാധ്യായ സുപ്രീം കോടതിയിൽ ഒരു ഹർജി നൽകിയത്. അതിനു മുൻപേ തന്നെ ഈ ഒരു വോട്ടർ പട്ടിക പരിഷ്കരണം രാജ്യവ്യാപകമായി നടത്തണം, ഇടവേളകൾക്കനുസരിച്ച് രാജ്യവ്യാപകമായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം SIR നടപ്പാക്കണം എന്നുള്ളൊരു ഹർജി മാസങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ മാസത്തോടുകൂടി അശ്വനി കുമാർ ഉപാധ്യായ നൽകിയിരുന്നു. പിന്നീട് രണ്ടാമത് അദ്ദേഹം വീണ്ടും ഒരു ഹർജി നൽകുന്നൊരു സാഹചര്യം കൂടിയുണ്ടായി. അതായത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന കേരളം അടക്കമുള്ള 5 സംസ്ഥാനങ്ങളിൽ എത്രയും വേഗം ഈ ഒരു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തണം, ഇടവേളകൾക്കനുസരിച്ച് തന്നെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തണമെന്നുള്ളൊരു ഹർജി വീണ്ടും അദ്ദേഹം കൊടുക്കുകയുണ്ടായി. അതിനെ സംബന്ധിച്ച് ഒരു ഇടക്കാല ഉത്തരവടക്കം സുപ്രീം കോടതി നൽകിയിരുന്നു. ഈ ഒരു ആധാറിനെ സംബന്ധിച്ചും അതിൽ എടുക്കേണ്ട രേഖയെ സംബന്ധിച്ചുമൊക്കെ കൃത്യമായി ഒരു ഇടക്കാല ഉത്തരവും, അതോടൊപ്പം തന്നെ ഇതിനെ സംബന്ധിച്ചുള്ള നടപടികൾ സ്വീകരിക്കാനായി ഒരു നോട്ടീസും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിരുന്നു. ഇതിൻ്റെ മറുപടിയായാണ് കഴിഞ്ഞ ദിവസം രാത്രി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത്. ആ സത്യവാങ്മൂലത്തിൽ ഏറ്റവും പ്രധാനമായും പറയുന്ന ഒരു കാര്യം, അതായത് സൂചിപ്പിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത്, ഇടവേളകൾക്കനുസരിച്ച് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അശ്വനി കുമാർ ഉപാധ്യായ നൽകിയ ഹർജി തള്ളണമെന്നുള്ളൊരു ആവശ്യമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറഞ്ഞത്, ഇപ്പോൾ തന്നെ രാജ്യവ്യാപകമായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാനുള്ള നടപടികളൊക്കെ ആരംഭിച്ചിരിക്കുന്നു. അതിനുവേണ്ട നിർദ്ദേശങ്ങളൊക്കെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസർമാർക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളതും കൂടിയാണ്. അതായത് ഈ 24/6/2025 ജൂൺ 24-ന് ഇതിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസർമാർക്ക് അതാത് സംസ്ഥാനങ്ങളിലെ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്താനും അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്ന തരത്തിൽ ഒരു കത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരുന്നു. പിന്നീട് ജൂലൈ 5-ാം തീയതി ഈ രാജ്യവ്യാപകമായി ഒരു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം തുടങ്ങാനുള്ള നടപടികൾ ഓരോ സംസ്ഥാനങ്ങളും ആരംഭിക്കണമെന്നുള്ള തരത്തിലും ഒരു കത്ത് നൽകിയിരുന്നു. പിന്നീട് നമുക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ്, അതായത് 10/9/2025 ഈ സെപ്റ്റംബർ 10-ന് ഇതിനെ സംബന്ധിച്ചൊരു യോഗം ഡൽഹിയിൽ ചേർന്നിരുന്നു. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസർമാരടക്കം പങ്കെടുത്ത ആ ഒരു യോഗമാണ്. ആ ഒരു യോഗത്തിൽ ഇനിയും അധികം വൈകിക്കൂടാ, എത്രയും പെട്ടെന്ന് തന്നെ നടപടികൾ ഒക്കെ ആരംഭിക്കുക എന്നുള്ളതും കൂടിയാണ്. അതോടൊപ്പം തന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ, അതായത് ഒക്ടോബറിൽ തന്നെ ഇതിനു വേണ്ട നടപടികളൊക്കെ ആരംഭിക്കും എന്നുള്ള ഒരു തീരുമാനമൊക്കെ ആ ഒരു യോഗത്തിൽ കൈക്കൊണ്ടിരുന്നു. ഇതിൻ്റെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം, അല്ലെങ്കിൽ ഒരു ഔദ്യോഗിക അറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിരിക്കുന്നത്. അത് സത്യവാങ്മൂലത്തിലൂടെയാണ് ആ ഒരു അറിയിപ്പ് സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും രാജ്യവ്യാപകമായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. മാത്രമല്ല, ഇതിൻ്റെ അകത്ത് കട്ട് ഓഫ് ആയി, അല്ലെങ്കിൽ ഇതൊരു യോഗ്യതാ തീയതിയായി വെച്ചിരിക്കുന്നത് 2026 ജനുവരി 1-ന് മുമ്പേ എല്ലാ സംസ്ഥാനങ്ങളിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കി അത് പൂർത്തിയാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുള്ള തരത്തിലായിരുന്നു നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതാത് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസർമാർക്ക് നൽകിയ കത്തിൽ പറയുന്ന തീയതി എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യോഗത്തിലും ഈ ഒരു തീയതി മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് തീരുമാനങ്ങളുമൊക്കെ എടുത്തത്. 2026 ജനുവരി 1-ന് മുൻപേ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പൂർത്തിയാക്കുന്ന നടപടികളെല്ലാം തന്നെ നടപ്പാകണം എന്നുള്ള തരത്തിൽ അത് സത്യവാങ്മൂലത്തിലും സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും രാജ്യവ്യാപകമായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുന്നു, അതിനുവേണ്ട നടപടികൾ ആരംഭിച്ചിരിക്കുന്നു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ അടക്കം അറിയിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ 5 സംസ്ഥാനങ്ങൾ, തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന 5 സംസ്ഥാനങ്ങളാണ് ഇതിൽ ഏറ്റവും മുൻഗണനാ പട്ടികയിൽ എന്നുള്ളതും കൂടിയുണ്ട്. അരുണിമ, എന്തായാലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നടപടികൾ തുടങ്ങുവാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയത് കാളിദാസനാണ്.